ക്യാൻസർ ബാധിച്ച് 3 തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വീട്ടമ്മ തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിതത്തിൽ. കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കട്ടപ്പന സ്വദേശിനി പൊന്നമ്മയുടെ പ്രതീക്ഷ ഇനി സുമനസ്സുകളുടെ കാരുണ്യം മാത്രമാണ്. പൊന്നമ്മ തോമസ് വയറ്റിലുണ്ടായ മുഴയെ തുടർന്ന് ചികിത്സ തേടുന്നത്. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആദ്യ ശസ്ത്രക്രിയ. പിന്നീട് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ 2 ശസ്ത്രക്രിയകൾക്കും വിധേയയായി. 2002 നടന്ന ശസ്ത്രക്രിയയിൽ വൻകുടൽ നീക്കം ചെയ്തു. പിന്നാലെ 12 തവണ കീമോതെറാപ്പി. ഇനി 8 കീമോ ബാക്കിയുണ്ട്. എന്നാൽ തുടർ ചികിത്സയ്ക്ക് ഇവരുടെ കയ്യിൽ പണമില്ല. 12 കീമോ ചെയ്തു. 12 കീമോയിൽ ഇനി ബാക്കി 20 എണ്ണമാണ് പറഞ്ഞത്. 8 എണ്ണം കൂടി ചെയ്യണം. ഇനി ബസ് സ്കാൻ ചെയ്താലേ ഇനി അടുത്ത കീമോ ചെയ്യുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. എൻ്റെ വീട്ടിലും വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും ഉള്ളവരൊന്നുമല്ല. അതൊക്കെ ഓരോരുത്തർ സഹായിച്ചിട്ടാണ് ഞങ്ങൾ വാടക കൊടുക്കുന്നത്. വാടക കൊടുക്കാൻ പോലും നിവർത്തി. അടുത്ത വാടക 3-ാം തീയതി ഇനിയും കൊടുക്കണം. യാതൊരു നിവൃത്തിയില്ല. എല്ലാവരും എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തുടർ ചികിത്സയുള്ളതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപത്തെ ഒറ്റമുറി വാടക വീട്ടിലാണ് പൊന്നമ്മ താമസിക്കുന്നത്. ഭർത്താവ് സജി നടത്തുന്ന പുസ്തക വിൽപ്പനയാണ് ഏക വരുമാന മാർഗം. മകളും ശ്വാസകോശ ക്യാൻസറിനെ തുടർന്ന് 27-ാം വയസ്സിൽ മരിച്ചു. പൊന്നമ്മയുടെ തുടർ ചികിത്സയ്ക്കായി നിരവധി ടെസ്റ്റുകളടക്കം നടത്തണം. എന്നാൽ ഇപ്പോൾ മരുന്ന് വാങ്ങാൻ പോലും ഇവരുടെ പക്കൽ പണമില്ല. 24 കോട്ടയം.